ഇശലിന്റെ രാപ്പകൽ നൃത്തമാടി മയിൽ പോലെ ആ കുട്ടികളാണ് ഭാവിയിൽ നമ്മുടെ പെരുവള്ളൂരിൻ്റെ ഏറ്റവും നല്ല മിടുമിടുക്കന്മാരും മിടുമിടുക്കികളുമായി ഇവിടെ വളർന്നു വരേണ്ടവർ. നമ്മൾ കഴിഞ്ഞാൽ പിന്നീട് അവരുടെ ലോകമായിരിക്കും ഇവിടെ ഉണ്ടാവുന്നത്. അപ്പോൾ സ്വാഭാവികമായും അവരുടെ ബിഹേവിയർ, അവരുടെ സ്വഭാവങ്ങളും അവരുടെ പ്രവർത്തനങ്ങളും അവർക്ക് നല്ല കാഴ്ചപ്പാടുകൾ തുറന്നു കൊടുക്കേണ്ടതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് അംഗനവാടി എന്ന് പറയുന്നത്. ഭക്ഷണം മുതൽ എല്ലാം, എങ്ങനെയാണ് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത്, എങ്ങനെയാണ് ഓരോ കാര്യത്തിൽ ഇടപെടേണ്ടത്, എങ്ങനെ പഠനത്തിൻ്റെ ബാലപാഠം നമുക്ക് ആരംഭിക്കാം, അങ്ങനെ തുടങ്ങിയ എല്ലാ വിവരങ്ങളും ഒരു മോഡലായിട്ടും ധാർമ്മികപരമായും എല്ലാ നിലയിലുള്ള ഒരു ചിട്ടവട്ടങ്ങൾ രൂപപ്പെടുത്തിയെടുക്കുന്നതിൻ്റെ പ്രാഥമിക ഘട്ടമാണ് അംഗനവാടി എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും ആ കുട്ടികളെ ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ പരിപാലിക്കുകയും അവർക്ക് സ്നേഹം നൽകുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ കർത്തവ്യം. സുന്ദരമാമൊരു ലോകം പണിയാൻ ഒന്നായി ചേരുക നാം. വിഘടന ശക്തിയുയർത്തിയ ഭീഷണി മതിലുതകർക്കുക. ഹായ് സുഹൃത്തുക്കളെ, മലപ്പുറം ജില്ലയിലെ തന്നെ അഭിമാനകരമായിട്ടുള്ള നേട്ടം കൈവരിച്ച പഞ്ചായത്തുകളിൽ ഒന്നായിട്ടുള്ള മലപ്പുറം ജില്ലയിലെ പെരുവള്ളൂർ പഞ്ചായത്ത് സംഘടിപ്പിച്ചിട്ടുള്ള അംഗനവാടി കലോത്സവമാണ് കേട്ടോ. കിങ്ങിണിക്കൂട്ടം എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പ്രിയപ്പെട്ട ചങ്കളെ, എന്താ ഞാൻ പറയാൻ ഒരു വീഡിയോയിൽ വരാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതൊരു ചെറിയ അംഗനവാടി കലോത്സവമല്ല. സാധാരണ ഒരു അംഗനവാടി പഞ്ചായത്തിന്റെ കീഴിൽ നടത്തുമ്പോൾ ചെറിയ സെറ്റപ്പിലാണ്. പക്ഷെ ഇത് എന്താ അങ്ങോട്ട് പറയാ, ഒരു പഞ്ചായത്ത് ഭരണസമിതി അങ്ങോട്ട് ഇറങ്ങിയിട്ട് അങ്ങോട്ട് ഇത്രത്തോളം ഗംഭീരമാക്കി തന്നെ. അപ്പോൾ ഇതാ പെരുവള്ളൂർ പഞ്ചായത്തിലെ 8ാം വാർഡിൻ്റെ ജനകീയ മെമ്പർ തസ്ലീനത ചായയൊക്കെ ആറ്റുന്നുണ്ട് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒപ്പം നമ്മൾ മറ്റ് മെമ്പേഴ്സൊക്കെ, അതായത് വാർഡ് മെമ്പർമാരൊക്കെ സജീവമായിട്ട് ഓരോ പണിയിലാണ് കേട്ടോ. ഒപ്പം നമ്മുടെ അംഗനവാടി ടീച്ചേഴ്സും ഹെൽപ്പേഴ്സും ഒക്കെ വലിയ രീതിയിലുള്ള ആക്റ്റീവായിട്ടുള്ള പ്രവർത്തികളാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പൊന്നുമക്കൾക്കുള്ള ചായ കൊടുക്കലും കാര്യങ്ങളൊക്കെയാണ് രാവിലത്തെ കേട്ടോ. പിന്നെ വേറെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ ഉദ്ഘാടനം, ഈ ഒരു അംഗനവാടി കിങ്ങിണിക്കൂട്ടത്തിൻ്റെ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നത് ബഹുമാനപ്പെട്ട പെരുവള്ളൂർ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടുള്ള നമ്മുടെ അബ്ദുൽ കലാം മാസ്റ്റർ തന്നെ ആയിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, മികച്ച ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റിനുള്ള ഈ വർഷം മഹാത്മജി പുരസ്കാരം കൂടി അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. വലിയൊരു ആദരവ് തന്നെയാണ് അല്ലേ. ഒരു മികച്ച പഞ്ചായത്ത് പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ അത്രത്തോളം നേട്ടങ്ങൾ ആ പഞ്ചായത്തിന് ഉണ്ടാക്കണം. 5 വർഷമായിട്ട് അദ്ദേഹം ഭരണം തുടങ്ങിയിട്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ജനസേവനം ജീവിത ദൗത്യമാക്കിക്കൊണ്ട് മുൻപോട്ട് പോകുകയായിരുന്നു. എന്തായാലും അദ്ദേഹമായിരുന്നു ഇതിൻ്റെ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ അധ്യക്ഷം വഹിച്ചിട്ടുണ്ടായിരുന്നത് ആയിഷ ഫൈസലാണ്, അതായത് പെരുവള്ളൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റ്. അതോടൊപ്പം തന്നെ 500ഓളം കുട്ടികൾക്കുള്ള സമ്മാനങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നതും കൂടി എടുത്തു പറയേണ്ട കാര്യമാണ്. അതോടൊപ്പം ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുണ്ട് ഇതിൻ്റെ ഒരു പിന്നിലിട്ടോ. കുട്ടികൾക്കുള്ള സമ്മാനങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നത് പെരുവള്ളൂർ സർവീസ് കോ ഓപ്പറേറ്റീവ് ബാങ്കിൽ നിന്നായിരുന്നു കേട്ടോ. പെരുവള്ളൂർ ഗ്രാമപഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷനുമായിട്ടുള്ള കാവുങ്ങൽ ഇസ്മായിൽ കൈയുടെ നേതൃത്വത്തിലാണ് ഈ ഒരു പരിപാടിക്ക് വേണ്ട സമ്മാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും വളരെ വളരെ സന്തോഷം. അതോടൊപ്പം തന്നെ ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്, അതായത് കൂമണ്ണ പൂവത്തന്മാട് എന്ന് പറഞ്ഞ ഒരു പ്രദേശത്താണ്. അതായത് അവിടെ ആ ഒരു പറമ്പ്, അതോടൊപ്പം തന്നെ അവിടെ പന്തൽ, സ്റ്റേജ്, ആ ലൈറ്റ് ആൻഡ് സൗണ്ട്, അതോടൊപ്പം തന്നെ ഫുഡ്, ഉച്ചയ്ക്ക് 2 നേരത്തെ 2 ഐറ്റം ഫുഡ് എന്ന്, ബിരിയാണി, സാദാ ഊണ് കേട്ടോ. അതോടൊപ്പം തന്നെ രാവിലെ ചായ കടി, വൈകുന്നേരം വെടിക്കെട്ട്, വ്യത്യസ്തമായ സ്നാക്സ്, രുചികരമായ സ്നാക്സ് കേട്ടോ, ചായ, അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്ന ഒരു വലിയ മനുഷ്യസ്നേഹി കൂടിയുണ്ട്. അദ്ദേഹത്തിനെ പറ്റി പറയാണ്ട് നിൽക്കാൻ ഒരിക്കലും പറ്റില്ല. ഇതാണ് ഇത്രയും നേരം ഞാൻ പറഞ്ഞ ഇത്രയും സൗകര്യങ്ങൾ ഒരുക്കി സഹായിച്ച വലിയ മനുഷ്യസ്നേഹി മുഹമ്മദ് എന്ന പാറായി ബാവാക്കട്ടോ. അദ്ദേഹത്തെ പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഇങ്ങനെയൊക്കെ ആരാ ചെയ്യങ്ങളെന്ന് ആലോചിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ആത്മാർത്ഥത നോക്കിയാണ് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട്. ഒന്നും പറയാനില്ല, പറയാൻ വാക്കുകളില്ല എന്നുള്ളതാണ്. അത്രയും ഗംഭീരമായിട്ടുള്ള ഫുഡും കൂടിയായിരുന്നു ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ 8ാം വാർഡ് മെമ്പർ തസ്ലീന മേഡൊക്കെ അത് അവിടെ
സജീവമായി നിൽക്കുന്നു. മറ്റുള്ള എല്ലാവരും ഉണ്ട് കേട്ടോ. ഇനി ഒരുപാട് പേരുടെ പേരുകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് പറയുകയാണെങ്കിൽ ഒരുപാട് പേരുണ്ട്. എല്ലാവരും നമുക്ക് തുല്യരാണ് ഇവിടെ. അതായത് അംഗനവാടി ടീച്ചേഴ്സിനെ എല്ലാവരും ഞാൻ നമിക്കുകയാണ്. കുട്ടികളുടെ പരിപാടികളൊക്കെ അത്രയും മനോഹരമായിട്ടായിരുന്നു വേദിയിൽ കുട്ടികൾ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിന് പിന്നിൽ ഇവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ 34 അംഗനവാടിയുടെയും നേതൃത്വം വഹിച്ചിട്ടുള്ള ICDS ബഹുമാനപ്പെട്ട അംഗനവാടി സൂപ്പർവൈസർ വിബിത മേഡത്തിൻ്റെയും ഒരു ഒരു നേതൃത്വം എടുത്തു പറയേണ്ടതാണ്. അതോടൊപ്പം തന്നെ അത് ഏറ്റെടുത്ത നമ്മളെ പ്രിയപ്പെട്ട 34 അംഗനവാടിയിലെയും ടീച്ചേഴ്സ്, ഹെൽപ്പേഴ്സ്, അതുപോലെ തന്നെ നമ്മുടെ ചെനക്കൽക്കണ്ടി അംഗനവാടിയിലെ 8ാം വാർഡിലെ ടീച്ചറായിട്ടുള്ള നമ്മുടെ സരിത മനോജ്. കാരണം അവരായിരുന്നു ഇതിൻ്റെ അവതരണവും കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത്. രാവിലെ മുതൽ തുടങ്ങിയിട്ടുള്ള അവതരണം, അനൗൺസ്മെൻ്റ് ഇട്ടോ ജനങ്ങളിലേക്ക്, എല്ലാവരിലേക്കും അതുപോലെ തന്നെ കുട്ടികളിലേക്കാണെങ്കിലും എല്ലാ നിർദ്ദേശങ്ങളും എല്ലാവർക്കും നൽകിക്കൊണ്ട് അവർ വളരെ കണ്ടിന്യൂറ്റി ആയിട്ട് തന്നെ ആയിരുന്നു അവിടെ എല്ലാ കാര്യങ്ങളും അവതരണത്തിലൂടെ ശബ്ദമാധുര്യം കൊണ്ട് ജനങ്ങളിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നത്. അതും നമ്മൾ പ്രശംസിക്കാണ്ടിരിക്കാൻ പറ്റില്ല. എന്തായാലും ഒരു കൂട്ടായ്മയുടെ വിജയം തന്നെയായിരുന്നു. അതുപോലെ തന്നെ മുഖ്യ അതിഥിയായിട്ട് തിരൂരങ്ങാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട KT സാജിദ അവർകൾ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ സാന്നിധ്യവും ഗംഭീരമായിരുന്നു. അതുപോലെ തന്നെ ബ്ലോക്ക് മെമ്പർ ഫൗസിയ CC, അതുപോലെ തന്നെ ആശംസകളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് പെരുവള്ളൂർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ടുള്ള ഹംസ ഹാജി, UP മുഹമ്മദ്, ഉമൈബ മുനീർ, അതുപോലെ തന്നെ മെമ്പർമാരായിട്ടുള്ള അബ്ദുൽ ബഷീർ അരീക്കാട്ട്, കൊണ്ടാടൻ കോയമോൻ, സൈദലവി, അതുപോലെ തന്നെ തസ്ലീന സലാം, സുനിൽ മെമ്പർ, അതുപോലെ തന്നെ മുഹ്സീന, താഹിറ, ഒരുപാട് പേര്, സക്കീന, അങ്ങനെ നിരവധി പേരുടെ ഒരു വലിയ ഒരു സാന്നിധ്യം തന്നെയാണ് ഇതിൻ്റെ ഒരു വലിയ വിജയമായി മാറിയിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഏറ്റവും അഭിമാനിക്കാവുന്ന കാര്യം. പകർത്തിക്കൊണ്ടിരിക്കുന്ന പ്രശസ്ത യൂട്യൂബർ പ്രശാന്ത് മണിമേളം അവർക്കും, അതുപോലെ അണിയറയിൽ നിന്നും വേദിയിലേക്ക് കുട്ടികളെ എത്തിക്കുന്നതിനായി അഹോരാത്രം പ്രയത്നിച്ച എൻ്റെ പ്രിയ സഹപ്രവർത്തകർക്കും, പരിപാടി വളരെ അച്ചടക്കത്തോടുകൂടി വളരെ ക്ഷമയോടുകൂടി ഇവിടെ ഇരുന്ന് വീക്ഷിച്ച എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾക്ക് എല്ലാവർക്കും, നല്ലവരായ നാട്ടുകാർക്കും, എല്ലാ കാണികൾക്കും, കിങ്ങിണിക്കൂട്ടം 2024 അങ്കണവാടി കലോത്സവത്തിന്റെ പേരിലും പെരുവള്ളൂർ ഗ്രാമപഞ്ചായത്തിന്റെ പേരിലും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ഈ ഒരു കൊച്ചു അംഗനവാടി കലോത്സവം ഒരു സ്കൂൾ കലോത്സവത്തിൻ്റെ പ്രൗഢിയോടുകൂടി നടത്തിയ ഈ ഒരു ഭരണസമിതിയെ എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. അതോടൊപ്പം തന്നെ ഒരുപാട് നേട്ടങ്ങളുടെ നെറുകയിൽ തന്നെയാണ് കേട്ടോ പെരുവള്ളൂർ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത്. അതായത് ലൈഫ് ലിസ്റ്റ് രഹിത പഞ്ചായത്തായി മാറിയിരിക്കുകയാണ്. ലൈഫിൽ പേര് വന്ന എല്ലാവർക്കും ഭവനം ഒരുക്കി കൊടുത്ത് അവർ ക്ലീൻ സർട്ടിഫിക്കറ്റ് നേടിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒട്ടേറെ ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾക്ക് ഉപജീവന മാർഗമായിട്ട് കോഫി വൈൻഡിങ് മെഷീനുകൾ, പിന്നെ ഏറ്റവും എടുത്ത് പറയേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പഞ്ചായത്തിലെ 34 അംഗനവാടികളുണ്ട്. ഈ 34 അംഗനവാടികൾക്കും സ്വന്തമായിട്ട് ഭൂമിയും ബിൽഡിങ്ങും ഇവർ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അത് റെൻറ്റിനല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ നേട്ടം. അതോടൊപ്പം തന്നെ ഇനി അവർ ഏറ്റവും വലിയ അടുത്തൊരു സ്വപ്നമെന്ന് പറയുന്നത് ശ്രീ ബസ് സംവിധാനമാണ് കേട്ടോ. അതായത് സ്ത്രീകൾക്കും കുട്ടികൾക്കും വളരെ സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ശ്രീ ബസ് സംവിധാനം കൂടി കൊണ്ടുവരികയാണ്. അപ്പോൾ അതിൻ്റെ പണിപ്പുരയിലും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു പദ്ധതി കൂടി കൊണ്ടുവരും ഉടൻ തന്നെ. ഇങ്ങനെയുള്ള വലിയ നേട്ടങ്ങൾ ആ ഒരു പഞ്ചായത്തിൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് നൽകിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പെരുവള്ളൂർ ഗ്രാമപഞ്ചായത്തിനെ എത്ര അഭിനന്ദിച്ചാലും മതി വരില്ല എന്നുള്ളതാണ് ഈ അവസരത്തിൽ ഞാനും നന്ദിയോടുകൂടി അവരെ കാണുന്നു. ഒരു നല്ല അംഗനവാടി കലോത്സവത്തിൽ പങ്കെടുത്തതിൻ്റെ സന്തോഷത്തിൽ ഇതെല്ലാം ഒരു വ്ളോഗാക്കി ഞാൻ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ അവസാന നിമിഷം ഞാൻ നന്ദി പറയുകയാണ്. പഞ്ചായത്തിൽ